അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നല്ലൊരു യമണ്ടൻ വഴുതനങ്ങ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു അടിപൊളി ഒരു എന്താ പറയുക ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്ത് സാധനത്തിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചമ്മന്തിയാണ്. നമ്മൾ സാധാരണ വഴുതനങ്ങ വെച്ച് ചമ്മന്തി അരച്ചിട്ട് ഉണ്ടാവുമോ? ചിലപ്പോൾ ഉണ്ടാവും. എന്തായാലും കൊള്ളാം. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ടിഫിനിലൊക്കെ കൊടുത്തു വിടുമ്പോൾ അങ്ങനെ വേണമെങ്കിലും കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്കുണ്ടല്ലോ ഈ ഇത്ര വലിയ സാധനം വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് കിട്ടിയത് ഈ വലുതായതുകൊണ്ട് ചെറിയ വഴുതനങ്ങയാണെങ്കിലും ഉപയോഗിക്കാതെ. അപ്പൊ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പൊ അത് നമ്മൾ മുറിച്ചുകൊണ്ട് ടപ്പേന്ന് വരാം. വഴുതനങ്ങ നമ്മളിതേ മുറിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം എന്താ പറയുക ചെറിയ നീളത്തിലാണ് സംഭവം എടുത്തിരിക്കുന്നത് കേട്ടോ. തീരെ കട്ടി കുറച്ച് അരിയണ്ട, അപ്പൊ അതിന്റെ കൂടെ നമ്മളുണ്ടല്ലോ ഇത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്. അപ്പൊ ചെറിയ ഉള്ളി ഒരു ഏകദേശം ഒരു 10-12 ഉണ്ട്, അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വറ്റൽമുളക്, എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക്. അപ്പൊ ഇത്ര സാധനം നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ നമ്മുടെ എന്താ പറയുന്നത് ഒരു ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. അതെ, ചീനിച്ചട്ടി വേണമെങ്കിലും ചെയ്യാവേ. ചീനിച്ചട്ടിയോ കൽച്ചട്ടിയോ ഏത് ചട്ടി വേണമെങ്കിലും നമ്മൾ ഇത് സ്റ്റീൽ പാത്രത്തിൽ ഒന്നും വെക്കാതിരുന്നു അടി കട്ടിയുള്ള ഏതെങ്കിലും പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ഗോൾഡൻ ബ്രൗൺ ആവണമെന്നൊന്നും ഇല്ല, നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം വേണം ബാക്കി പരിപാടി ചെയ്യാൻ. അപ്പോൾ ഇത് വഴറ്റുമ്പോണ്ടല്ലോ ഇതിൽ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ ചെറിയ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ഇതുപോലെ ടപ്പട്ടപ്പയെന്നൊക്കെ ചെറിയ ഒച്ചയൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത്യാവശ്യം വഴന്ന് റെഡി ആയിട്ടുണ്ട്. അത്രയും വലിയ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകാൻ നമ്മൾ നോക്കണ്ട. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പൊ അതോട്ടിരുന്ന് അതിനുള്ള ആവശ്യമില്ലാത്ത എണ്ണയൊക്കെ അങ്ങ് വാർന്നങ്ങ് പോകോളും. തണുത്തും കൂടെ ഒന്ന് കിട്ടണം നമുക്ക്. ഇനി അടുത്ത സാധനം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വറ്റൽമുളക്. ഇത് നമുക്ക് മറ്റേ കാശ്മീരി വറ്റൽമുളക് ഇല്ല, അതാണെങ്കിലും നമുക്ക് എടുക്കാം. ഇതാണെങ്കിലും മതി. അപ്പൊ തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഇത് കൂടെ ജസ്റ്റ് മൂപ്പിച്ചെടുക്കാം. ഇത് വേഗം തന്നെ മൂത്ത് കിട്ടും. പിന്നെ നമ്മുടെ എണ്ണ ഓൾറെഡി നല്ല ചൂടായിട്ട് നിൽക്കുന്നതാണ്, അതുകൊണ്ട് പെട്ടെന്ന് എല്ലാം നമുക്ക് മൂത്ത് കിട്ടും. സംഭവം ഒരുപാടൊക്കെ കരിഞ്ഞു പോകണ്ട. നല്ല എന്താ പറയുക ഇങ്ങനെ ഒടിച്ചാൽ ഒടിയുന്ന ഒരു പരുവുണ്ടല്ലോ, ആ പരുവത്തിൽ നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോഴല്ലോ ഇതുപോലെ വറ്റൽമുളക് വറുത്തിട്ട് അരയ്ക്കുവാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് കൂടുതലായിരിക്കും. നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് ചെയ്യുന്നതിനേക്കാളുണ്ടല്ലോ കുറെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന്റെ. ഇതുപോലെ വറുത്തിട്ട് പണ്ട് നമ്മൾ ഈ അടുപ്പിലിട്ട് ചുട്ടെടുക്കും, ചുട്ടരച്ച ചമ്മന്തി എന്നൊക്കെ പറഞ്ഞു. തേങ്ങയൊക്കെ ചുട്ടിട്ട് അതിന്റെ കൂട്ടത്തില് മറ്റേ പണ്ട് മുളകൊക്കെ ചുട്ടെടുക്കുക. പണ്ടത്തെ ഒരു സിസ്റ്റം നല്ല സൂപ്പർ ടേസ്റ്റ്. ഇപ്പൊ അടുപ്പൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ മുളക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതും കൂടെ നമുക്ക് കോരി മാറ്റാം. അപ്പൊ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞത് ഈ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ വഴുതനങ്ങ ഉണ്ടല്ലോ, അപ്പൊ അതും കൂടെ നമുക്ക് ഈ എണ്ണ വേവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരിച്ചും മറിച്ചും വേഗണം, എന്നാലും ഒത്തിരി അപ്പൊ നമ്മുടെ വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് മുഴുവൻ കൂടി ഇട്ട് നമുക്ക് ഇളക്കി റെഡിയാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ചെറിയ പാത്രമായത് നമുക്ക് കുറേശ്ശായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അടച്ചു വെച്ചാൽ പെട്ടെന്നാവും. അപ്പൊ ഇതൊന്ന് മൂത്ത് വരുന്ന ആ ഒരു സമയം നമുക്കത് വെയിറ്റ് ചെയ്യാം. വഴുതനങ്ങ നന്നായിട്ട് അത്യാവശ്യം വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റുന്നതിന് മുമ്പ് ഒരു വേറെ പരിപാടിയുണ്ട്. ഒന്ന് കുറച്ച് നമ്മുടെ കറിവേപ്പില കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ഇതിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഈ വഴുതനങ്ങ ഒന്ന് വേഗണം കേട്ടോ, അതാണ് നമ്മുടെ ഒരു പരുവം. അതെ, അത്യാവശ്യം വെന്ത് കിട്ടണം. നമ്മൾ വലിയ പീസായിട്ട് അരിയുമ്പോഴത്തേക്ക് അത് വേഗം ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പൊ ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു ഇച്ചിരി വാളംപുളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മള് ചമ്മന്തി ആകുമ്പോഴത്തേക്ക് അതിന് പുളി വേണമല്ലോ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതും കൂടെ നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇതൊന്നും കോരി മാറ്റാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ കറിവേപ്പില ഒരുപാട് അങ്ങ് കരിഞ്ഞു. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് കോരി മാറ്റാം.
അപ്പോൾ നമ്മുടെ സംഭവം കോരി നമ്മൾ മാറ്റി ഇത് തണുക്കണം തന്നെ. അപ്പോൾ ആ തണുക്കുന്ന നേരത്ത് നമുക്ക് ഇപ്പോൾ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തേക്കാം. ഇനി ഒരു സാധനം കൂടെ നമുക്കൊന്ന് കൂട്ടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ എണ്ണയ്ക്ക് ചൂടുള്ളതുകൊണ്ട് നമ്മൾ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മൂപ്പിച്ചെടുക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ വാളംപുളി. അപ്പോൾ ഈ വാളംപുളി കൂടെ നമുക്ക് ഈ എണ്ണയ്ക്കകത്തിട്ട് ഇത് ഒത്തിരി അങ്ങ് മൂത്ത് കരിഞ്ഞ് അങ്ങനൊന്നും പോകണ്ട. ഇപ്പോൾ നമ്മുടെ എണ്ണ പച്ച ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറണം. അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചിട്ടൊക്കെ എടുക്കുവാണല്ലേ ഈ ചമ്മന്തി ഒരു കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും, കേടാവും. സാധാരണ നമ്മൾ തേങ്ങാ ചമ്മന്തി ഒക്കെ അരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ചീത്തയാക്കത്തില്ല. പക്ഷെ ഇത് അങ്ങനെ പെട്ടെന്ന് ചീത്തയാകത്തില്ല. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഉള്ളിയുടെ നമ്മുടെ പുളിയുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഒരു മാറ്റി കൊണ്ട് വെക്കാം. എന്നിട്ട് ഇനി ഇതുണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് തണുക്കണം. കാര്യം വെച്ചാൽ ഇനി നമുക്ക് അരച്ചെടുക്കാറുണ്ട്. ഇതിൻ്റെ രണ്ട് കറിവേപ്പിലൊക്കെ. അപ്പോൾ ഇനി ഇത് തണുത്തോട്ടെ. തണുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടി നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, മൂപ്പിച്ചെല്ലാം എടുത്ത സംഭവങ്ങളെല്ലാം തണുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു മിക്സിയുടെ ജാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വലിയ ജാറാണ്, ചെറിയ ജാറാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇവനെ ഒന്ന് പയ്യെ കറക്കി എടുക്കണം. കാര്യം ഇത് അരഞ്ഞ് അങ്ങ് എന്താ പറയുന്ന ഒരു ഈ വഴുതനങ്ങയുടെ ഒരു സ്വഭാവം അറിയാലോ, മറ്റേ ഒത്തിരി അരിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വെള്ളം പോലെ ആയിരിക്കും. അപ്പോൾ അത് ആകാതെ പതുക്കെ നമുക്ക് അരച്ചെടുക്കണം. നമുക്ക് ആദ്യമേ ഇത്ര സാധനം ഇട്ടൊന്ന് ഒന്ന് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. കല്ലുപ്പോ ഏത് ഉപ്പ് വേണമെങ്കിലും നമുക്ക് ഇടാം. അപ്പോൾ നമ്മൾ പൊടി ഉപ്പാണ് ചേർത്തിരിക്കുന്നത്, ചേർത്തിട്ടുണ്ട്. അതൊന്ന് പൾസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൊരു റെഡിയാക്കി. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ഇപ്പോൾ കൊടുക്കാം. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വഴുതനങ്ങ കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഒന്ന് പൾസ് ചെയ്താൽ മതി. അന്നേരം തന്നെ നമ്മുടെ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി നേരമായിട്ട് അരച്ചെടുക്കണ്ട. ഇത് അരയ്ക്കുമ്പോൾ എപ്പോഴും രണ്ടായിട്ട് തന്നെ ഒന്ന് റെഡിയാക്കുന്നതാണ്, അരച്ചെടുക്കുന്നതാണ് നല്ലത്. സമയം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുമിച്ചിട്ടാണ് അരച്ചെടുക്കുക. പിന്നെ നമുക്ക് ഈ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമ്മുടെ സവോള വെച്ചാണെങ്കിൽ സംഭവം ചെയ്തെടുക്കാൻ കേട്ടോ. പക്ഷെ ടേസ്റ്റ് ചെറിയ ഉള്ളിക്ക് ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടണമെങ്കിൽ ചെറിയ ഉള്ളി ഇത് ഒന്നുകൂടെ നമുക്ക് പൾസ് ചെയ്ത് വരാം. അതെ. അപ്പോൾ നമ്മുടെ സംഭവം നമ്മുടെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇത് അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റില് നല്ലൊരു വഴുതനങ്ങ ചമ്മന്തി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ആഡംബരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കടുകൊക്കെ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ആഡംബരവും കൂടും, കുറച്ച് ടേസ്റ്റും കൂടെ കൂടും. പക്ഷെ നമ്മളിന്ന് കടുക് വറക്കുന്നില്ല. കാര്യം ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ എപ്പോഴും കടുകെന്ന് പറയും. കടുക് വറക്കും, എപ്പോഴും ചെയ്യാറില്ല. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇതുപോലെ നമ്മുടെ വഴുതനങ്ങ, മറ്റേ വലിയ വഴുതനങ്ങ വേണമെന്നില്ല, ചെറിയ വഴുതനങ്ങ ആണെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക. നമുക്ക് തേങ്ങ വേണ്ട, കുറച്ച് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോള കഴിക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവർക്കാണെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എന്താ പറയുന്ന ഒരുപാട് എണ്ണ ആവശ്യമില്ലാത്തവർക്ക് എണ്ണ വേണം കുറച്ച് യൂസ് ചെയ്യാൻ. നമ്മളിപ്പോ വീഡിയോയ്ക്ക് വേണ്ടിട്ട് കുറച്ച് കൂടുതൽ എണ്ണ എടുത്തതേ ഉള്ളൂ. അത്ര എണ്ണ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ ഡ്രൈ റോസ്റ്റ് ഇതൊന്ന് വേഗണം, അതാണ് നമ്മുടെ ആവശ്യം. ഒരുപാട് വെന്ത് പോവുകയും ചെയ്യരുത് കേട്ടോ. ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ഈ വഴുതനങ്ങക്കകത്തുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ, അത് ഇറങ്ങിയിട്ട് നിങ്ങൾ എന്താ പറയുക ഒരു കുഴഞ്ഞു പോകും. അപ്പോൾ ആ ഒരു പരുവത്തിലാകുന്നതിന് മുമ്പ് നമുക്കിത് വേവിച്ചെടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തത്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇതുപോലെ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ അവരും കൂടെ അഭിപ്രായം പറയുക. ചെയ്ത് നോക്കിയിട്ട് ഇത് എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് അതിൻ്റെ അഭിപ്രായം എന്ന് പറയുക. പിന്നെ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് കേട്ടോ, ആരും കമൻറ്റ് ഒന്നും എഴുതി കാണുന്നില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതെ എന്ത് വേണമെങ്കിലും എഴുതിക്കോ. ഇപ്പൊ നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെ ഒരു കുഴപ്പമില്ല, എഴുതിക്കോ, ധൈര്യമായിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുക. പിന്നെ എന്താ പറയുക, നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ നിങ്ങളോട് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയതായിട്ട് കാണുന്ന നമ്മുടെ ഈ ചെറിയ വീഡിയോ എന്താ പറയുന്ന പാചകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതെ. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ഇന്നത്തേക്ക് ബൈ ബൈ.
cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in